ഒരു പ്രൈസ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് യേശുക്രിസ്തു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? നമ്മളെ എന്താ പറയാ, യേശുക്രിസ്തു സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സ്വതന്ത്രരായി തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. പിന്നെ പാപത്തിന്റെ പിടിയിൽ ആയിപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കുക അല്ലെ. ദൈവത്തിന്റെ ഹെൽപ്പ്, ഹോളിസ്പിരിറ്റിന്റെ ഹെൽപ്പ് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, യേശുവിലുള്ള സ്വാതന്ത്ര്യം, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തീരരുത്. അവർക്കൊരു എന്താ പറയാ, തടങ്കലാകുന്ന രീതിയിൽ, അവർക്ക് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകുന്ന രീതിയിലുള്ള അല്ലെ, ഒരു തടങ്ങൽ ആകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുക അല്ലെ. നമ്മളുടെ വിശ്വാസത്തിന്റെ സ്ട്രെങ്ത്, ഫെയ്ത്തിന്റെ സ്ട്രെങ്ത് പോലെ ആയിരിക്കണം എന്നല്ല മറ്റുള്ളവരുടെ ഫെയ്ത്തിന്റെ സ്ട്രെങ്ത്. ചിലപ്പോൾ അവർ കുറേയും കൂടെ സ്ട്രോങ് ആയിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. നമ്മൾ ചിലപ്പോൾ കുറച്ച് വീക്ക് ആയിരിക്കും, അല്ലെ നമ്മൾ സ്ട്രോങ് ആയിരിക്കും, അവർ വീക്ക് ആയിരിക്കും. പക്ഷെ ആളുകളുടെ ആ വളർച്ച, യേശുവിലുള്ള വളർച്ച, അത് ഒത്തിരി ഡിഫറെൻ്റ് ആണ് അല്ലെ. നമ്മളെല്ലാവരും ഒരേ ലെവലിലല്ല യേശു ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വളർന്ന വ്യക്തികൾ മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുക അല്ലെ, മറ്റുള്ളവരെയും കൂടെ യേശുവിലേക്ക് കൊണ്ടുവരിക, അവരെ ദൈവത്തിൽ വളർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക അല്ലെ. യേശുവിൽ കണ്ട ആ ഹൃദയം നമ്മുടെ ഉള്ളിലും, യേശുവിൽ കണ്ട മനസ്സ്, ആറ്റിറ്റ്യൂഡ് നമ്മളിലും ഉണ്ടായിരിക്കണം എന്നാണ് പിതാവ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ ടോപ്പിക്ക് മുമ്പോട്ട് പോയപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ടാണ്, അങ്ങയുടെ കരുണയ്ക്കായിട്ട് കർത്താവ്, അങ്ങയുടെ കമ്പാഷനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ എന്നും പുതിയതാ കർത്താവ് ലോഡ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവനോട് ഇരിക്കുന്ന കർത്താവ് ലോഡ് പാത്തുകൾ അങ്ങ് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങ് കവനന്റ് കീപ്പ് ചെയ്യുന്ന ആള് കർത്താവ് ലോഡ് പാത്ത്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങൾ വീക്ക് ആയിരുന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു. അതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളെ വാഷ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ അങ്ങയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ നന്ദി പറഞ്ഞു പിതാവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ പിതാവ്, ജീസസ് ക്രൈസ്റ്റ്, we praise and worship you master God. Thank you Abba Father, thank you Holy Spirit God master. Praise and worship in Jesus name, amen. നമുക്കിന്ന് കൊരിന്ത്യരിലേക്ക് പോകാം. 1 കൊരിന്ത്യന്റെ 8ാമത്തെ ചാപ്റ്റർ, അത് 9ാമത്തെ വാക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. പക്ഷെ 13 വാക്കുകളുള്ളൂ മൊത്തം ഈ ചാപ്റ്ററിന്, ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ഇത് പെട്ടെന്നൊന്ന് വായിക്കാം. 1 കൊരിന്ത്യന്റെ 8ാമത്തെ ചാപ്റ്റർ 1 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്നും നമുക്ക് അറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ അധിക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തരും തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കറിയാം, പോള് വഴിയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് ഈ ചർച്ച് എന്താ പറയുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പൊതുവെ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഫുഡിന്റെ കാര്യത്തെപ്പറ്റി മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഇത് ആപ്ലിക്കബിൾ ആണ്, ഓരോ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാം, ഞാൻ നല്ല അറിവുള്ള ആളാ അല്ലെ, ഞാൻ കുറച്ചധികം വളർന്നു എന്ന്, യേശുവിൽ വളർന്നു എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കി ഇനിയും അറിയാൻ ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ അറിവ് ഇങ്ങനെ ചീർപ്പിക്കുമല്ലോ, ഞാൻ വളരെ വലിയ ആളാന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം അത് ആത്മീയ വർധനം വരുത്തുന്നു അല്ലെ. നമ്മളെ എന്താ പറയുക, നമ്മളെ വളർത്തുന്നു അല്ലെ, നമ്മളെ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 13ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിശ്വാസം ഉണ്ടായിരിക്കും, മലയെ മറിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെ, വിശ്വാസം അത്രയും സ്ട്രോങ് ആയിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ സ്നേഹമില്ലെങ്കിൽ എന്ത് പ്രയോജനം അല്ലെ. നമ്മൾ വലിയ പ്രോഫസി ഒക്കെ നടത്തി സകല എന്താ പറയുക മിസ്റ്ററി ഒക്കെ എന്താ പറയുക സ്പിരിച്വൽ ലംസിലെ മിസ്റ്ററി ഒക്കെ പറയുന്ന, അതൊക്കെ അറിയാവുന്ന അല്ലെ ആളുകളായിരിക്കാം. എന്താ പറയുക ഏഞ്ചൽസിന്റെ മനുഷ്യരുടെ എല്ലാ ലാംഗ്വേജ് അല്ലെ, അന്യഭാഷകളൊക്കെ ഭയങ്കരമായിട്ട് വശിപ്പിക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷെ സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ എന്താ പറയുക ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹമാണ്. സ്നേഹത്തിലായിരിക്കും. യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ് ഇതാണ്. ഞാനൊരു പുതിയ കമാൻഡ്മെന്റ് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
അല്ലെ? 13ാമത്തെ ചാപ്റ്റർ ജോണിന്റെ അകത്തിലേക്ക് പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹത്തോടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അല്ലെ സ്നേഹിക്കുക. നമ്മളെക്കാളും ബെറ്ററായിട്ട് മറ്റുള്ളവർ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നില്ല. ആ ഒരു മനസ്സ് യേശുക്രിസ്തു ഉണ്ടായിരുന്ന മനസ്സ് നമ്മളുണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക 3ാമത്തെ വാക്കോട്ട് പറയും, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അഹങ്കാരം കൂടാതെ സ്നേഹത്തോടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജീവിക്കുന്ന ആൾക്കാർ, അവരെയാണ് ദൈവം അറിയുന്നത്. അവര് ദൈവത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നവർ ദൈവം അറിയുകയോ ചെയ്യുന്നു. അഹങ്കാരികൾ ദൈവം ഒന്നും അറിയാൻ പോകുന്ന ദൈവത്തിന് വലിയ താല്പര്യമില്ല. 4ാമത്തെ വാക്കോട്ട്, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഒന്നും ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഏതുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങളില്ല എന്നല്ല അർത്ഥം പറയുന്നത്. ഇവിടെ ഞാൻ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആക്കട്ടെ. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് നാം പറയുന്നുവല്ലോ. അപ്പൊ വിഗ്രഹങ്ങൾ ഏതുമില്ലെന്ന് പറയുന്ന അങ്ങനെയല്ല, വിഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഒന്നുമല്ല. കുറേ അധികം ദൈവങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും കാണുന്ന ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. ഹിന്ദുക്കൾ നോക്കുമ്പോൾ അവർക്കാണെങ്കിൽ കോടാനുകോടിക്കണക്കിന് വരുന്ന ദൈവങ്ങള്, മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒരു മനുഷ്യനെ പിടിച്ച് വലിയ ഏറ്റവും അവസാനത്തെ പ്രോഫറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങേരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പലതരത്തിലുള്ള ദൈവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദൈവം പറയും ഇവിടെ അതൊന്നും ഒരു കാര്യവുമല്ല, അതൊന്നും ദൈവങ്ങളെ അല്ലെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ 5ാമത്തെ വാക്ക് പറയാം, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനുമായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരവും നാമും ആകുന്നു അല്ലെ. അപ്പൊ യേശുക്രിസ്തു എന്ന ലോർഡും പിതാവ് എന്ന ഒരു ദൈവവും മാത്രമേ ഉള്ളൂ. യേശു മുഖാന്തരമെല്ലാം അവന് വേണ്ടിയല്ല അല്ലെ. അങ്ങനെ അതാണ് ഒരു ഒറ്റ ദൈവമുള്ളൂ, സത്യദൈവം ഒന്നുള്ളൂ, ജീവിക്കുന്ന ദൈവം ഒന്നുള്ളൂ. മരണത്തെയും പാതാളത്തെയും കീഴ്പ്പെടുത്തിയവൻ ഒന്നേ ഉള്ളൂ അല്ലെ. ജീവിതത്തിന്റെ ജീവനായിരിക്കുന്ന റിസറക്ഷൻ ആയിരിക്കുന്ന ഒന്നേ, വെളിച്ചമായിരിക്കുന്ന ഉപ്പായിരിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു. അതിനെപ്പറ്റിയാ പറയുന്നത് അല്ലെ. അപ്പോ ബാക്കിയുള്ളതെല്ലാം വിഗ്രഹങ്ങളും ബാക്കിയുള്ള സോക്കോൾഡ് ഗോഡ്സ് എല്ലാം ദൈവങ്ങളൊന്നുമല്ല, വെറുതെ എന്തൊക്കെയോ പിശാചിന്റെ ടീമുകൾ, അത് മാത്രം അല്ലെ. അപ്പൊ 7ാമത്തെ വാക്കോട്ട്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്നുവച്ചു തിന്നുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീർന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടവുമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനർക്ക് യാതൊരു വിധത്തിലും തടങ്ങൾ ആയി വരാതിരിപ്പാൻ നോക്കുക. അറിവുള്ളവനായി നീ ക്ഷേത്രത്തിലെ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസ്സാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരും എങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. അപ്പൊ ഇവിടെ ആഹാരത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, വിഗ്രഹാർപ്പിതമായിട്ട് അർപ്പിതമായിരിക്കുന്ന ആഹാരത്തെ പറ്റി പറഞ്ഞിരിക്കുക. നമുക്കറിയാം പോള് വഴിയാണ് കൊരിന്ത്യൻ ചർച്ച് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ പോള് അവരുടെ സ്പിരിച്വൽ ഫാദറാണ് അല്ലെ, കൊരിന്ത്യൻ ചർച്ചിന്റെ സ്പിരിച്വൽ ഫാദറാണ്. അപ്പോ പോളിനോട് ഇവര് ചോദിക്കുന്നു അല്ലെ, ലെറ്റർ എഴുതി ചോദിച്ചായിരിക്കും പോൾ. അപ്പൊ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇത് ആദ്യത്തെ ലെറ്റർ അല്ല, ഇത് അല്ലെ 5ാമത്തെ ചാപ്റ്ററിലൊക്കെ നമുക്കിങ്ങനെ ഉണ്ട് അല്ലെ, ഇങ്ങനെ വേറെ ലെറ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് പോളിന്റെ 2ാമത്തെ മിഷണറി ജേർണിയിൽ വെച്ചാണ് കൊരിന്ത്യൻ ചർച്ച് സ്ഥാപിതമാകുന്നത്. 3ാമത്തെ മിഷണറി ജേർണി ടൈമിലാണ് ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് പോള് എഫേസസിലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവര് പോള് വേറൊരു സ്ഥലത്താണെങ്കിൽ പോലും പോളിന്റെ സ്പിരിറ്റ് ഉണ്ട് കൂടെ എന്ന് പറയുന്നു. പിന്നെ പോള് ലെറ്റർ ഒക്കെ എഴുതുന്ന ഒരുപാട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വിഗ്രഹാർപ്പിതം ആയിട്ടുള്ള എന്താ പറയുക ഫുഡിനെ പറ്റി സംസാരിക്കുന്നു. എങ്ങനെയാണ് കഴിക്കാൻ പറ്റുമോ കഴിക്കരുത് എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. നമുക്കറിയാം 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കുറേയും കൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്
2 കാര്യത്തെ പറ്റിയാ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസം അല്ലെ? രണ്ടാമത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം പറഞ്ഞ സ്നേഹം. പിന്നെ പറയുന്നത് വിശ്വാസത്തെ പറ്റിയാ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് നമ്മള് എന്നും ജീവിക്കുന്ന ദൈവത്തിലായിരിക്കുമ്പോ അത് നമ്മള് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ 2 കാര്യത്തിലായിരിക്കും. ഒന്നാമത് വിശ്വാസം, പിന്നെ സ്നേഹം അല്ലെ? സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ലാംഗ്വേജുകളാണ് ഈ രണ്ടും എന്ന് പറഞ്ഞു. വിശ്വാസമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് വിശ്വാസമില്ലെങ്കില് വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിൽ ദൈവം പ്രീതിപ്പെടാൻ പോകുന്നില്ല അല്ലെ? നോ വൺ ക്യാൻ പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മളിങ്ങനെ ദൈവത്തില് ജീവിക്കും അല്ലെ? ദൈവത്തില് ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ വിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട വഴി വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അല്ലെ? ഉള്ളിൽ നിന്ന് ദൈവത്തിലേക്ക് ഡയറക്റ്റ് ആയിരിക്കും. നമ്മൾ ഭൂമിയിൽ അത് കാണിക്കേണ്ട രീതി എന്ന് വെച്ചാൽ സ്നേഹത്തിലായിരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെ? വിശ്വാസം മുകളിലേക്ക് അല്ലെ? വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആയിരിക്കുന്നത് എന്താ പറയുക സ്നേഹമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൽ നമ്മുടെ അടി ഉറച്ചുള്ള ആ ഒരു 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 ബന്ധം അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ കാണിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടപ്പ് അല്ലെ? അത് കാണിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹം എന്നുള്ള രീതിയിലാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോ എന്താ പറയുക ഇത് എന്താ പറയുന്നത് വിഗ്രഹാർപ്പിതമായിരിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ കൺവിക്ഷൻ പോലെ ഇരിക്കും അല്ലെ? ഇപ്പൊ ദൈവം തന്നെ ഇവിടെ പറഞ്ഞ് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ ഇവിടെ പറയുവാണ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ അല്ലെ? പിതാവ് മാത്രം ഒറ്റ ലോഡ് മാത്രമേ ഉള്ളൂ നമുക്ക്, അതായത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ആ ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്, പിന്നെ അതിനെ നമുക്ക് അതിനെ ഒന്നിനും ഇളക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അത്രയ്ക്കൊരു വിശ്വാസമുണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്ക് ഈ വിഗ്രഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഭക്ഷണം ഒന്നും ഒരു കാര്യവുമല്ല. കാര്യം വെച്ചാൽ നമുക്കറിയാം ഇതൊന്നുമില്ല, ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, 1 കൊരിന്ത്യർ തന്നെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫ്രീഡം, ആ ഒരു സ്ട്രെങ്ത് നമുക്ക് യേശുവിലുള്ളത് ആ ഒരു വിശ്വാസം കൊണ്ടുവരുന്ന ആ ഒരു സ്ട്രെങ്ത് എല്ലാവരിലും ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. എല്ലാവരുടെ വളർച്ച, ദൈവത്തിലുള്ള വളർച്ച ഡിഫറെന്റ് ആണ് അല്ലെ? എല്ലാവരും ഒരേ ലെവലിലല്ല ഉള്ളത്. താഴ്ചകളും എന്താ പറയുക കുറവുകളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറുമെന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കി പെരുമാറും. നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അത് മറ്റുള്ളവരെ തലയിൽ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അല്ലെ? അത് കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ വിശ്വാസ പ്രകടനം നടത്താൻ പോകുന്നു പറഞ്ഞ് ആ വിശ്വാസം പ്രകടിപ്പിച്ച് അതിങ്ങനെ കാണിക്കാനും പോകരുത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് പാപമാണ് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും. ഇവിടത്തെ കാര്യം പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുക ക്ഷേത്രത്തിൽ 10ാമത്തെ വാക്ക് അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിലിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസ്സാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കില്ലേ അല്ലെ? അപ്പൊ ബലഹീനരായ ആൾക്കാര് അല്ലെ? ബലമില്ലാത്ത ആൾക്കാര്, ബലമില്ലാത്തവർ തന്നെ പൊതുവെ നമുക്ക് ഒരു മനുഷ്യരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും അല്ലെ? നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ജനറലി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു കമ്പാരിസൺ അല്ലെ? പിന്നെ എന്താ പറയുക, എനിക്ക് അയാൾ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നോക്ക് ആ പാസ്റ്റർ ചെയ്യുന്ന പോലെ, ആ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർക്ക് സൗഖ്യം ഉണ്ടാകുന്നു, എനിക്കും അങ്ങനെ വേണം. അത് നല്ലതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ലല്ലോ, എനിക്ക് അങ്ങനെയാകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം, അതൊരു വിഷമത്തിലേക്ക്, ഒരു വിഷമ അവസ്ഥയിലേക്ക് ആകെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകരുത് അല്ലെ? അപ്പൊ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കും അല്ലെ? നമ്മൾ യുണീക്കാണ് ദൈവത്തിൽ ആയിട്ടുള്ളത്. അപ്പൊ എന്താ പറയുന്നത്, ഓരോ വ്യക്തികളും ദൈവത്തിൽ യുണീക്കാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രോത്ത് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി, ദൈവത്തിൽ വളരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ വചനം വായിക്കുന്നവരും പ്രാർത്ഥിക്കുകയും വർഷിപ്പ് ചെയ്യുന്നവരെല്ലാം ആയിരിക്കണം അല്ലെ? ഞാൻ ഇച്ചിരി പതുക്കെ വളരുന്നുള്ളൂ, മറ്റുള്ളവർ വളർന്നു പോയിക്കോട്ടെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വ്യക്തികളാകരുത്. പക്ഷെ നമ്മള് എന്താ പറയുക വളരുന്ന വ്യക്തികളായിരിക്കും, നമ്മുടെ ഹൃദയം ദൈവത്തിലായിരിക്കട്ടെ. പക്ഷെ അപ്പൊ അതേ സമയത്ത് ചിലപ്പോ മറ്റുള്ളവർക്കുള്ള ടൈപ്പ് അനോയിന്റിങ് ആയിരിക്കണം മുതൽ നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കമ്പയർ ചെയ്യാൻ പോകുന്നു ഞാൻ പറഞ്ഞു.
അപ്പൊ ഇനി സ്ട്രോങ് ആയിട്ട് ഫെയ്ത്ത് ഒക്കെ ഉള്ള ആൾക്കാരാണ്, നല്ല കുറച്ച് അനോയിന്റിങ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ, അഭിഷേകമുള്ള കൂടുതലുള്ള ആൾക്കാരാകുമ്പോൾ, അത് ആ ഒരു ദൈവമായിട്ടുള്ള ഒരു ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ജീവിതം, നമ്മുടെ നടപ്പെന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? വളരെയധികം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ എല്ലാവരോടും ചെന്ന് തുറന്ന് കാണിക്കേണ്ട കാര്യം. നമുക്കിപ്പോൾ അനോയിന്റിങ് ഒക്കെ അഭിഷേകമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവമായിട്ട് തുറന്ന് കാണിച്ചാൽ മതി, അല്ലെ? ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് നല്ല അറിവുണ്ട്, അല്ലെ? ഇത് എന്താ പറയുക, ദൈവം ആകാശത്തെയും ഭൂമിയും ഭരിക്കുന്ന ഒരു ദൈവമുള്ള യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അറിവുണ്ട്. അപ്പൊ ഞാൻ പോയിരുന്നോണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാ, എന്നാ ക്ഷേത്രത്തില് പൂജിച്ചു കൊടുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ എനിക്ക് വലിയ അറിവൊക്കെ ഉണ്ടായിരിക്കും, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെ കാണുന്ന വിശ്വാസികൾക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ അത് അവരുടെ ജീവിതത്തിലെ പ്രശ്നമാണ്. അവരും ട്രൈ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മളെ ഫോളോ ചെയ്യുമ്പോഴേ ട്രൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് വിശ്വാസമില്ലാതെ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതൊരു പ്രശ്നമാണ്, അവർക്കൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അവരുടെ ജീവിതത്തിൽ, അല്ലെ? വിശ്വാസത്തോടു കൂടി അല്ല എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊരു പാപമാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിനായിട്ട് നമ്മൾ ഇടവരുത്തരുത്, അല്ലെ? വിശ്വാസത്തോടു കൂടി നമ്മൾ വിശ്വാസമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് പാവമായിട്ട്, അത് അവരെ കൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മളായിട്ട് പോകരുത്. പക്ഷെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് ബെറ്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാവുള്ളൂ. നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരിക്കാം, നമുക്ക് ഒരുപാട് ഇനി വിശ്വാസത്തിന്റെ കാര്യം തന്നെയല്ല പറയുന്നത്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, അല്ലെ? നമുക്ക് ഫിസിക്കലി ആയിട്ടുള്ള കാര്യത്തിൽ, ഇപ്പൊ പണത്തിന്റെ കാര്യങ്ങൾ, നമുക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി ഉണ്ടായിരിക്കും, അല്ലെ? നല്ല വരുമാനമുള്ള ജോലി ഉണ്ടായിരിക്കാം, നല്ലൊരു വീടുണ്ടായിരിക്കും, നല്ല കാർ ഉണ്ടായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കാം, അല്ലെ? നമ്മുടെ കുടുംബജീവിതം നല്ലതായിരിക്കും. പക്ഷെ അതെല്ലാം ഇങ്ങനെ എല്ലാവരോടും തുറന്നു പറഞ്ഞ് ബഹളവും ബഹളമെന്നല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട്, അല്ലെ? എന്റെ കാറിന്റെ പിക്ചർ നോക്ക്, എന്റെ വീടിന്റെ ഡിസൈൻ നോക്ക്, അത് നോക്ക്, ഇത് നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ പറഞ്ഞു നടന്നു, അതും ചെയ്ത് ഇതും ചെയ്ത് എന്താ പറഞ്ഞ ആകപ്പാടെ ഒരു ഇതാക്കി ഒരു ബഹളമാക്കിയല്ലേ. അതിനൊക്കെ നമ്മൾ ചെയ്യാൻ പോകരുത്. കാര്യം എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്കൊരു വിഷമത്തിലുള്ള ഇടയിൽ നമ്മൾ ചെയ്യരുത്, അല്ലെ? അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിങ്ങൾ നിൽക്കരുത്, അവരുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒരു വേദനയായിട്ട് നമ്മൾ മാറരുത് എന്നാ പറയുന്നത്, അല്ലെ? അപ്പോ ഇപ്പൊ സ്പിരിച്വൽ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ പറയും, അയ്യോ എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രോപ്പസിയായി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, ചിലപ്പം മറ്റുള്ളവർ ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ എനിക്ക് കിട്ടുന്നില്ല, എനിക്കൊരു വേർഡ് കിട്ടുന്നില്ലല്ലോ, അല്ലെ? മറ്റുള്ളവർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതൊരു വേദനയാണ്, അല്ലെ? ഒരു വേദനയാണ്. ഇനി വേറെ കാര്യങ്ങൾ പറയട്ടെ, ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർ, അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമോ, ഞാൻ 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു, അല്ലെ ഞാൻ 40 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ എന്താ പറയാ പ്രൊക്ലമേഷനൊക്കെ കൊടുത്ത് വലിയ അനൗൺസ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ് എടുക്കുക. ചിലപ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞായിരിക്കും ഫാസ്റ്റിംഗ് എടുക്കാൻ. നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ട് എടുക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ കൂടി ഉണ്ടായിരിക്കും. മറ്റുള്ളവര് ദൈവം ഒന്നും പറയാതെ പ്രാർത്ഥിക്കാതെ ഇന്നഫായിട്ട് പ്രാർത്ഥിക്കാതെ ചെന്നിട്ട് ഫാസ്റ്റിങ്ങൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് പറ്റാതെ വന്നെന്നിരിക്കും, വീക്കായി പോയെന്നിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് അതൊരു എന്താ പറയുക, അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കും. പിന്നെ അതൊരു മാനസികമായിട്ടുള്ള സങ്കടത്തിലേക്ക് അത് പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ദൈവം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ വോക്ക്, നമ്മുടെ ദൈവവുമായിട്ടുള്ള നടപ്പ് അത് പ്രൈവറ്റ് ആയിരിക്കട്ടെ, അല്ലെ? അത് ഇങ്ങനെ തുറന്നെല്ലാവരോടും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് എന്താ പറയാ മറ്റുള്ളവരെ സങ്കടത്തിനുള്ള അല്ലെങ്കിൽ സ്റ്റംബ്ലിങ് ആക്കാനുള്ള ഇടവരുത്തില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് തന്നെ പറയാനുള്ള കാര്യം, വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കരുതെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പ്രകടിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് വിശ്വാസം കാണിക്കേണ്ട സ്ഥലത്ത്, എന്ന് വെച്ചാൽ ഒരു ഷോ ഓഫ് അല്ലാതെ, ഒരു വലിയ പെർഫോമൻസ് അല്ലാതെ നമ്മുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകേണ്ട സ്ഥലങ്ങൾ വരും. എല്ലാ നിമിഷവും നമ്മൾ വിശ്വാസത്തിൽ പോകുന്നു. പക്ഷെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അതിങ്ങനെ കാണിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യേ പറ്റുള്ളെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഒരു അസുഖമുണ്ട് എന്ന് വിചാരിച്ചു, ഒരു ക്യാൻസർ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെ, ഡെഡ്ലി ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാറും.
മാറും എന്നൊരു നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുമ്പിട്ട് ഇറങ്ങി അത് നമ്മൾ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നൊന്നും യുനോ അങ്ങനെയൊന്നും നോക്കിയിരിക്കരുത്. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് പോകരുത്. അല്ലെ? ഞാൻ ഇത്രയധികം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആളാ, കണ്ടില്ലേ, ഞാൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത്, അപ്പൊ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത സമയത്ത് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെയൊക്കെ പരിപാടി ഞാനൊരു വലിയ ആളാന്ന് കാണിക്കാനുള്ള രീതിയിലേക്ക് പോകരുത്. അതാണ് പറഞ്ഞത്. അല്ല, ജെന്യൂൻ ആയിട്ട്, അല്ലെ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, അല്ലെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, അല്ലെ, മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് വരുത്തി എന്റെ ഓരോ പ്രവൃത്തിയും, അല്ലെ, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അല്ലെ, മനഃപൂർവ്വം എന്താ പറയുന്നത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്താലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മള് മനഃപൂർവ്വമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെയ്യരുത്. അല്ലെ? നമുക്കറിയാം ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അറിയാമെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. ഞാൻ നേരെ ചൊവ്വേ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന് അറിയാമെങ്കിൽ, അല്ലെ, എന്റെ ഉടുപ്പിന്, വസ്ത്രത്തിന് ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് കണ്ണിന് പ്രശ്നമാണ്, അല്ലെ, അത് അവരെ പാപത്തിലേക്ക് കൊണ്ടുപോകും നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോകാതിരിക്കുക. അല്ലെ? നേരെ ചൊവ്വേ ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ സംസാരം, ഞാൻ അഹങ്കാരത്തോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഇച്ചിരി ഒച്ച കൂട്ടിയ സംസാരിക്കുക, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ പരിപാടിക്ക് പോകാതിരിക്കും. ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്, അല്ലെ? ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോ കൊച്ചു കൊച്ചു ഉദാഹരണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി പറയുന്നു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് എന്താ പറയാ, യേശുവിലുള്ള നടപ്പിന് അതിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ, സ്പിരിച്വലുള്ള അവരുടെ നടപ്പിന്, അവരുടെ വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പരിപാടിക്കും പോകാതിരിക്കുക, നമ്മളായിട്ട് പോകാതിരിക്കുക, അല്ലെ? നമ്മൾ മനഃപൂർവ്വം അതിനായിട്ട് തുനിഞ്ഞ് ഇറങ്ങാതിരിക്കുക. അതാ പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോൾ ഇവിടെ തന്നെ 13ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ആഹാരം എന്റെ സഹോദരങ്ങൾക്ക് ഇടച്ചുണ്ടാക്കുക എങ്കിൽ, എന്റെ സഹോദരന് ഇടച്ചുണ്ടാക്കുന്ന തരത്തിൽ വരുത്താതിരിക്കേണ്ടത് ഞാൻ ഒരു നാളും മാംസം കഴിക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാംസം കഴിക്കാൻ, അല്ല, ചിക്കനും മട്ടനും മീനും ഒക്കെ കഴിക്കാനുള്ള അവകാശം പോളിനുണ്ടെങ്കിൽ പോലും, പക്ഷെ ഞാനിത് കഴിക്കുന്നത് കണ്ടുകൊണ്ട് എന്റെ സഹോദരൻ അത് പ്രശ്നമാണെങ്കിൽ, അവന് ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ പോകുന്നില്ല, ഞാൻ കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവൻ ഇടർച്ച ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെ? അവന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം വരാതിരിക്കട്ടെ. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഭക്ഷണത്തിന്റെ കാര്യം തന്നെയല്ല, ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു കോട്ടം ഉണ്ടാകാതിരിക്കുക, അല്ലെ? നമ്മൾ നമ്മുടെ യേശുവുമായിട്ടുള്ള നടപ്പ്, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്, അതെല്ലാം അത് നമ്മളും ദൈവം തമ്മിലുള്ള ഒരു അതൊരു ജീവിതമാണ്. അത് നമ്മളും ദൈവം തമ്മിൽ അറിഞ്ഞാൽ മതി. പക്ഷെ ഇനി നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനോയിന്റിങ് അത് വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോ, അഭിഷേകം വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോ ദൈവം അത് തന്നെ ചെയ്തോളും, അല്ലെ? അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ 9ാമത്തെ വാക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൽ ആയി വരാതിരിക്കാൻ നോക്കുക. നമ്മുടെ പ്രവൃത്തികൾ ഒന്നും തന്നെ, നമ്മുടെ സ്വാതന്ത്ര്യം, അല്ലെ, ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ വരാതെ ഇരിക്കും നോക്കുക. അപ്പൊ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ, ഇതേ കൊരിന്ത്യർ 1 കൊരിന്ത്യർ 10ലേക്ക് പോകുമ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എന്ത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, അല്ലെ? പക്ഷെ ഇനിയിപ്പോ ആരെങ്കിലും, ഒരു വിശ്വാസി അല്ലാത്ത വ്യക്തി നമ്മളെ ഭക്ഷണത്തിന് വിളിക്കുന്ന സമയത്ത്, അല്ലെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. പക്ഷെ ഇപ്പൊ ആരെങ്കിലും പറയുന്നില്ല, അത് വിഗ്രഹാർപ്പിതമാണെന്ന് പറയുവാണെങ്കിൽ അവരെ മാനിച്ചുകൊണ്ട് അത് കഴിക്കാതിരിക്കും, അല്ലെ? നമ്മൾക്ക് ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ സ്തോത്രം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ഇടർച്ച വരുവാണെങ്കിൽ കഴിക്കാതിരിക്കുക. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഇടർച്ച വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ മാനിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടേത് എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്.
പ്രേസ് യു വർഷിപ്പ് യു മൈറ്റി ഫാദർ. അങ്ങയുടെ വചനത്തിനായിട്ട് അങ്ങയുടെ മനസ്സിനായിട്ട് കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ ഹൃദയം അങ്ങയുടെ മനസ്സ് കർത്താവ് മനുഷ്യരെ സ്നേഹിച്ച സ്നേഹം കർത്താവ് മറ്റുള്ളവരെ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് കർത്താവെ അങ്ങനെ ഓർക്കാതെ അങ്ങയുടെ ഗ്ലോറി സ്വർഗത്തിൽ വെച്ചിട്ട് അങ്ങ് ഞങ്ങളെ ഓർത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നത് കർത്താവെ ആ ഒരു മനസ്സൊരു ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.